ആമേൻ. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യം ഒരാൾ ഒന്ന് ശബ്ദം എടുത്ത് വായിച്ചു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്നു നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മതി. ആമേൻ. നമുക്കും ഇന്ന് അറിയേണ്ടതായ ഒരു കാര്യമാണ്. ആമേൻ. പത്രോസ് അല്ലെങ്കിൽ ശിഷ്യന്മാരന്ന് ചോദിച്ചത്, നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ആമേൻ സ്തോത്രം പാരമ്പര്യത്തിൽ നിന്ന് ഇന്നും നമ്മൾക്ക് 10, 20, 30, 40 വർഷമായി വിശ്വാസ ജീവിതം നയിക്കുന്ന പലർക്കും ഇന്നും പാരമ്പര്യത്തിൽ നിന്ന്, സ്വന്തം ബന്ധങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന് ഇന്നും നിന്ദകളും പരിഹാസങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. എങ്കിലും അവരുടെ നടുവിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണ്. പ്രതികരണശേഷിയും ഒന്നുമില്ലാത്തവരായി യേശു പഠിപ്പിച്ചിരിക്കുന്ന പാഠം പോലെ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ സ്തോത്രം ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് അന്ന് ശിഷ്യന്മാർ ചോദിച്ചത്, പത്രോസ് ചോദിച്ചത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവേ? ഞങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇന്ന് ഇവിടെയുള്ളത് പലതും ചോദിച്ചു മേടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇവരെ മുക്കുവന്മാരായിരിക്കുന്ന ആളുകളാണ് ഇവരിൽ പലരും. അവർക്ക് ഉണ്ടായത് എന്ത് ചെയ്തെന്ന് പറയുന്നത്, എന്ത് ചെയ്തു? അവര് വിട്ടുകളഞ്ഞു, സകലവും വിട്ടു. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം, സുവിശേഷകന്മാരുടെ കഴിഞ്ഞ കാലങ്ങളിൽ ശക്തമായിട്ട് ദൈവം കരത്തിലെടുത്ത അഭിഷിക്തന്മാരുടെ മക്കള് ഇന്ന് പലരും നല്ല ജോലിക്കാരാ. ദൈവത്തിൻ്റെ വേലക്കാരല്ല, നല്ല ഒന്ന് പറഞ്ഞേ, നല്ല ജോലിക്കാരാ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷകരുടെ എണ്ണം വർദ്ധിച്ച് വരുന്നില്ല പ്രിയമക്കളെ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിളവോ അധികം, വേലക്കാരോ ചുരുക്കം. ആമേൻ സ്തോത്രം. നല്ല ആമേൻ സ്തോത്രം ജോലിക്കാരാണ് ഇന്ന് പലരുടെയും മക്കള്. പ്രഥമ സ്ഥാനത്ത് പല കമ്പനികളുടെയും പല സ്ഥാപനങ്ങളുടെയും പ്രഥമ സ്ഥാനത്തിരുന്നു കൊണ്ട് പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ബുദ്ധിമാന്മാരായ കുഞ്ഞുങ്ങളായി ഇന്ന് പലരും തീർന്നിരിക്കുന്നു. ഇതുകൊണ്ട് യേശുവിന് ലാഭമുണ്ടോ? പിന്നെ പാസ്റ്റേ, അവരുടെ ദശാംശം എല്ലാം ചർച്ചിലല്ലേ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദശാംശം കിട്ടാത്ത അപ്പന്മാർ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ മക്കള് വലുതാകുന്ന കാലം വരെയും ഒരു ദശാംശം ഇവരുടെ കയ്യിൽ നിന്ന് ലഭിക്കാത്ത കാലത്ത് അപ്പനെ നടത്തിയ ഒരു ദൈവമില്ലേ? ഒരു ദൈവമില്ലേ? ആ ദൈവം മേലാലും നടത്തത്തില്ലേ? ഇന്ന് പല അഭിഷിക്തന്മാർ, വിശ്വാസികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ, വിശ്വാസികളുടെ കാര്യമല്ല, നിങ്ങളുടെ കാര്യമല്ല, ഞങ്ങളുടെ കാര്യമാണ്. ഞങ്ങളെപ്പോലെയുള്ള ആമേസ്തോത്രം ശുശ്രൂഷകന്മാരുടെ കാര്യമാണ് പറയുന്നത്. ആമേസ്തോത്രം ഞങ്ങളുടെ മക്കൾ ആമേസ്തോത്രം ഈ പുസ്തകം ചുമക്കേണ്ടതിന് പകരമായിട്ട് ഇന്ന് ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും പല കമ്പനികളുടെയും ഉയർന്ന നിലവാരത്തിലുള്ള ഫയലുകളൊക്കെ ചുമന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ചുമക്കേണ്ടവരാ, ഈ ക്രൂശ് എടുക്കേണ്ടവരാ. പക്ഷെ പലരും ഇത് വിട്ടുപോകുമ്പോൾ ഈ വായിച്ച വാക്യത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അതിൽ കാണാൻ സാധിക്കുന്ന മുമ്പന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ പലരും മുൻപന്മാരുമാകും. ആകാൻ പോകുകയാ പ്രിയമക്കളെ, ആകാൻ പോകുകയാ കേട്ടോ. ഈ വയറുണക്കുന്നതും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും വ്രതമല്ല. കൂലിപ്പണിക്കാരനായിരിക്കാം, അക്ഷര വിദ്യാഭ്യാസമില്ലാത്തവനായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്നവനായിരിക്കാം, പരിഹസിക്കപ്പെടുന്നവനായിരിക്കാം. ദേശവും ലോകവും ഒരുപക്ഷെ നിന്നെ വെറുക്കുന്നുണ്ടാകാം, പലവിധമായ ദോഷവാക്കുകൾ നിന്നെ കുറിച്ച് പറയുന്നുണ്ടാകാം. പക്ഷേ ചിലതിന്റെ മുമ്പിൽ ഓടിക്കയറാൻ തക്ക വിധം പരിശുദ്ധ ദൈവം നിന്നെ ബലപ്പെടുത്താൻ പോകുകയാണ്. കാലാളുകളോടുകൂടി ഓടിയിട്ട് ക്ഷീണിച്ചു പോയ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നിർഭയമായി പാർത്താൻ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ഓടുന്നവരോടൊപ്പം നിർത്തി ഓടിക്കാനല്ല, ഓടുന്നവർക്ക് മുമ്പിൽ കയറി ഓടുവാൻ തക്ക വിധം പരിശുദ്ധ ദൈവം ഇതിനകത്തുനിന്ന് ചിലരെ നോക്കുകയാ.
ഇതിനകത്തുനിന്ന് ചിലരെ നോക്കുകയാ പ്രിയമക്കളെ. ഹല്ലേലൂയ. തികവും പ്രാഗൽഭ്യമുള്ള പല വ്യക്തിത്വങ്ങളും അവരുടേതായ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാനമിട്ടുകൊണ്ട് കെട്ടിപ്പടുക്കുമ്പോൾ ആമേ സ്തോത്രം വിവരവുമില്ല, ആമേ സ്തോത്രം ആമേ ജ്ഞാനവുമില്ല. ആമേ കർത്താവേ, എന്തെങ്കിലും ഒരു കൊച്ചു ഗിഫ്റ്റ് തന്നാൽ, എന്തെങ്കിലും ഒരു കൊച്ചു കൃപ തന്നാൽ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് രാജ്യത്തിന്റെ കെട്ടുപണിക്കുമാ അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു കൊടുക്കുന്ന ചിലതിനെ പരിശുദ്ധ ദൈവം ഈ നൂറ്റാണ്ടിൽ ആമേ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. എന്ന രാത്രിയിൽ എന്നെ അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തരികയാണെങ്കിൽ, ഒരു കൃപ എനിക്ക് തരികയാണെങ്കിൽ, ഇനിയിപ്പോൾ തന്നില്ലെങ്കിൽ പോലും കർത്താവ് എൻ്റെ സാക്ഷ്യം നിമിത്തം ഞാൻ പുറത്തേക്ക് ഇറങ്ങും. ഹല്ലേലൂയ. പട്ടണത്തിൽ നെടുകയും കുറുകയും ഞാൻ ഓടും. അനവധി വ്യക്തിത്വങ്ങളോട് യേശുവിനെ കുറിച്ച് അറിയിക്കും. ആമേ എൻ്റെ ജീവന് പകരമായിട്ട് സ്വന്തം ജീവിതം വെച്ചുകൊടുത്ത യേശുവിന്റെ നാമത്തെ അറിയിപ്പാൻ തക്ക വിധം ഇന്ന് രാത്രിക്കാലം ഞാൻ ഹൃദയം കൊണ്ട് ഒരുക്കപ്പെടുകയാ. പേര് സമർപ്പിക്കും പ്രിയമക്കളെ. ഇവിടെ പത്രോസ് പറയുന്നത്, കർത്താവേ ഞങ്ങൾ സകലവും വിട്ട. ആമേ രണ്ട് വിധത്തിലുള്ള ജീവിതമുണ്ട്. ആമേ യേശുവിനോട് കൂടെ നടന്നുള്ള ജീവിതമുണ്ട്, യേശുവിന് കൂടെ ജീവിച്ചുള്ള ജീവിതമുണ്ട്. ആമേ യേശുവിനോട് കൂടെ നടന്നുള്ള ജീവിതമുണ്ട്, യേശുവിനോട് കൂടെ ജീവിക്കുന്ന ആമേ ഒരു ജീവിതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് ജീവിതമായിരിക്കും കറക്റ്റ്? ഏതായിരിക്കുള്ളൂ? പൗലോസിന്റെ ഭാഷയിൽ പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അപ്പൊ ഏതാ കറക്റ്റ്? യേശുവിനോട് കൂടെ ജീവിക്കണം. ജീവിക്കുന്നവൻ സകലതും വിട്ടുകളയുന്നു, നടക്കുന്നവൻ സകലതും പിടിച്ചെടുക്കുന്നു. ആമേസ്തോത്രം. പുസ്തകത്തിനകത്ത് തെളിവുണ്ട്. ആമേസ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാരിൽ 12 പേരുണ്ടായിൽ യൂദ യേശുവിനോട് കൂടെ നടന്നവനാ. അവന്റെ ആഗ്രഹം പലതും പിടിച്ചെടുക്കണം. കർത്താവിനോട് കൂടെ നടന്ന് പലതും ഉണ്ടാക്കണം, പലതും കൈവശപ്പെടുത്തണം, പലതും കരത്തിലൊതുക്കണം എന്നുള്ള ചിന്തയായിരുന്നു യൂദയ്ക്കുണ്ടായിരുന്നത്. യേശു നല്ലതാ, യേശുവിനോട് കൂടെ നടക്കുന്നത് നല്ലതാ, പലതും പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള പ്രത്യേക ചിന്തയോടെ യൂദ സഞ്ചരിക്കുകയാ. പക്ഷേ പത്രോസ് അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാ? സ്തോത്രം. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 6ാമത്തെ ദിവസം 12ാമത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാ? യേശുവിനോട് കൂടെ നടന്ന് വല്ലതും കിട്ടുന്നത് പിടിച്ചെടുക്കുന്നവരാണോ, മറിച്ച് യേശുവിനോട് കൂടെ ജീവിച്ച ഉള്ളത് പോലും വെച്ചു കൊടുക്കുന്നവരാണോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നെണ്ണുക എത്ര വ്യക്തിത്വങ്ങൾ ഇന്ന് രാത്രികാലം ഹൃദയം കൊണ്ട് ഒരുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. യേശു നമുക്ക് വേണ്ടി മരിച്ചതല്ലേ പ്രിയമക്കളെ? ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതല്ലേ? യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതല്ലേ? യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയില്ലേ? യേശു നമുക്ക് വേണ്ടി സ്വന്തം പ്രാണനെ വെച്ചു തന്നില്ലേ? നമ്മൾ എന്താ കൊടുക്കുന്നത്? യേശുവിനോട് കൂടെ നടന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. 5 അപ്പം വാഴ്ത്തി 5000 പേർക്ക് കൊടുത്തു. പിറ്റേ ദിവസവും ഇവർ യേശുവിനെ എന്ത് ചെയ്യുക? യേശുവിനെ തിരഞ്ഞു വരികയാണ്. ചെറുപടകുകളൊക്കെ എടുത്ത് യേശു എവിടെ പോകുന്നുണ്ടോ അവിടെയെല്ലാം സഞ്ചരിക്കുന്നവരാ. എന്തിനു വേണ്ടിയായിരുന്നു? നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, ആഹാരത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ യേശുവിനോട് കൂടെ നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. യേശുവിന്റെ അടുത്ത് ബന്ധമുള്ളവരുണ്ടായിരുന്നു, വിളിച്ച് വേർതിരിച്ചവരുണ്ടായിരുന്നു. സ്വന്തം യേശുവിനെ മുഖപരിചയമുള്ള പലരും ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? പലതും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ശിഷ്യന്മാരിൽ ഒരു കൂട്ടം ജനം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, കർത്താവേ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവേ? പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഇന്ന് കൂടെ നടക്കുന്നവരെയും കൂടെ ജീവിക്കുന്നവരെയും തിരിച്ചറിയുവാൻ തക്ക വിധത്തിൽ ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സ്വത കൂടെ നടക്കുന്നവർ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ വചനം തന്നെയാണ് പ്രസംഗിക്കുന്നത്. സ്വത യേശുവിനെ തന്നെ ഉയർത്തുന്നത്. പക്ഷേ അവർ കൂടെ നടക്കുമ്പോൾ അവർ ചില ബെനിഫിറ്റ് ഒക്കെ കൈവശമാക്കുന്നുണ്ട്. അവർക്ക് ചിലത് വേണം. അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. അവർക്ക് ഉയരണം, നന്മ പ്രാപിക്കണം. കൂടെ നടക്കുന്നവരെല്ലാം യേശുവിനെ കൊണ്ട് നന്മ പ്രാപിക്കുമ്പോൾ ജീവിക്കുന്നവരെല്ലാം അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുകയാണ്. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ക്രിസ്തുവിന് വേണ്ടി നിനക്ക് ജീവിക്കാൻ കഴിയുമോ? ആമേൻ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ കഴിയുമോ പ്രിയമക്കളെ? ജീവിക്കുന്നവനെയാണ് സ്വർഗം കൈക്കൊള്ളുന്നത്. ഇവരിങ്ങനെ പറഞ്ഞപ്പോ യേശു പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത്? പുനർജനനത്തിൽ. അങ്ങനെയല്ലേ? യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ
പുനർജനനത്തിൽ ഉറപ്പുവരുത്തുകയാ പരിശുദ്ധാത്മാവ്. ആമേശോദം ഇന്ന് ചിലരെ ഉറപ്പുവരുത്തുകയാ. യേശുവിനോട് കൂടെ ജീവിക്കുന്ന നീ അവിടെ കാണും. കേട്ടോ പ്രിയ മക്കളെ, നീ വീണ്ടും ജനിക്കും. ഇന്ന് ഇവിടെ വെച്ച് മാറ്റപ്പെട്ടു പോയെന്നാലും കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോ നിനക്ക് ഇന്ന് രാത്രികാലം ദൈവം ഉറപ്പ് തരികയാണ്, നീ അവിടെ കാണും. നീ കൈവിടപ്പെട്ടു പോകത്തില്ല. ക്രിസ്തുവിനോട് കൂടെ ആരെല്ലാം ജീവിക്കുന്നുണ്ടോ അവൻ ഒരുത്തൻ പോലും കൈവിടപ്പെട്ടു പോകത്തില്ല. നിന്നെ അവിടെ സ്വർഗം കൈക്കൊള്ളും. ആമേൻ. മറ്റാരോടും യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രിയ മക്കളെ. 70 പേരെ യേശു തിരഞ്ഞെടുത്തു. അവർ കഠിനോപദേശം എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയി. അവർക്കൊന്നും ആമേശോദ ഇങ്ങനത്തെ ഒരു ദൂത് കർത്താവ് പറഞ്ഞില്ല. പക്ഷെ പത്രോസിനെ നോക്കി പറഞ്ഞു, ആമേശോദ കൂടെ നിൽക്കുന്നവരെ നോക്കി പറഞ്ഞു, നിശ്ചയമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമതും ജനിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരണം കൊണ്ട് നിങ്ങൾ ആമേശോദം മൺമറഞ്ഞു പോകത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമത് ജനിക്കും, രണ്ടാമത് ജീവിക്കും. നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശയാ പ്രിയ മക്കളെ. ആമ ലോകത്തിനില്ലാത്തതാ, കോടീശ്വരന്മാർക്കില്ലാത്തതാ, പ്രഭുക്കന്മാർക്കില്ലാത്തതാ, ആമ രാജാക്കന്മാർക്കില്ലാത്തതാ, നേതാക്കന്മാർക്കില്ലാത്തതാ, ദൈവജനത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്നതാ. ആമേശോദം നീ ആമേശോദം ജീവിക്കും. ആമ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഇവിടെ പൊലിഞ്ഞു പോയെന്നാലും ഇതുകൊണ്ട് തീരത്തില്ല, നീ ജീവിക്കും. ആമേൻ. ഇതുകൊണ്ട് തീരത്തില്ല. തീരോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നാം ജീവിക്കാൻ വേണ്ടി മരിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തുവിന്റെ നാമനിമിത്തം പട്ടുപോയാൽ അത് ഏത് വിധത്തിലുള്ള മരണമാണെങ്കിലും പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരൊക്കെ പല രീതിയിലും സ്വാഭാവിക മരണമല്ല പലരും പ്രാപിച്ചിരിക്കുന്നത്. കേട്ടോ. ആമേ തല കഴുത്ത് അറുത്ത് കൊന്നിട്ടുണ്ട്, തൊലി ഉരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്രൂശിൽ ആമേ തല കീഴായി ക്രൂശിച്ചിട്ടുണ്ട്, ആമേ നിവരെ ക്രൂശിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മരണങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആമേ ഇതിനെല്ലാത്തിനും മാതൃക നമ്മുടെ കർത്താവായ യേശുവാണ്. ആമേ യേശു സ്വാഭാവികമായിട്ട് 10, 70, 80 വർഷം വരെ ജീവിച്ച് അങ്ങനെ മരിച്ച ഒരു വ്യക്തിത്വമല്ല. 33.5 വയസ്സുള്ള നല്ല ചോരയും നീരുമുള്ള യവനക്കാരൻ ക്രൂശിക്കപ്പെട്ട് മരിച്ചതാണ്. ആമേ യേശുവിനെ തല്ലി ചമ്മട്ടികൾ കൊണ്ട് തല്ലി തകർത്തതാ ശരീരം മുഴുവനും. അങ്ങനെയാ മരിച്ചത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവനെ കൊന്നതാ. പക്ഷേ പിതാവിന്റെ കൽപ്പന പ്രകാരം ജീവിച്ചത് കൊണ്ട് ആമേ റോമൻ സാമ്രാജ്യത്തിന് ഇമ്പീയ മുദ്രകൾക്കോ ആമേ കല്ലറകൾക്കോ ആമേ സ്വത ക്രൂശീകരണത്തിനോ അവനെ പിടിച്ചു വെക്കാൻ കഴിയാതെ വണ്ണം 3-ാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് അരുമനാഥനായ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പാനിടയായി തീർന്നു. ആ ഉയർപ്പിന്റെ ശക്തി നമ്മളിലും വ്യാപരിക്കാനിടയായി തീരും. ആ ഉയർപ്പിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വെളിപ്പെടുവാനിടയായി തീരും. ഇത് കോടീശ്വരന്മാർക്കില്ല, പ്രഭുക്കന്മാർക്കില്ല, ലോക നേതാക്കന്മാർക്കില്ല, ബുദ്ധിയുള്ളവനില്ല, ജ്ഞാനമുണ്ടെന്ന് പറയുന്നവനില്ല, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. PhD കാരനില്ല. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ആമേ ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്ക് പരിശുദ്ധ ദൈവം ആമേശ്വത ഇന്നത് പകർത്തു തരികയാണ്. നിനക്ക് വേണ്ടിയ, നിനക്കായി അറിവുള്ളത്, നിനക്കായി ജ്ഞാനമുള്ളത്, നിനക്കായി വിവേകമുള്ളത് മറ്റുള്ളവർക്കെല്ലാം ദൈവം അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സമയത്തിന്റെ പരിമിതികൾ നോക്കാതെ ഇന്ന് രാത്രികാലം ഇതിനകത്തളത്തിൽ നിന്ന് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. കാരണം അകത്തളത്തിൽ കിട്ടിയിരിക്കുന്ന ദൈവികമായ വെളിച്ചം. ആമേൻ. നമ്മളൊന്നും തിരക്കില്ലാത്തവരാണോ? ജോലിയില്ലാത്തവരാണോ? ഒരു കണക്കിന് ജോലി തീർത്തിട്ട് ഓടി വന്നിരിക്കുന്നതാ. ആമേ. എന്തുകൊണ്ടാണെന്നറിയാമോ? അകത്തളത്തിൽ ഈ ദർശനം കിടക്കുന്നതുകൊണ്ട. ആമേ. ഇവിടെ 1 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുന്ന വൃഥാവല്ല പ്രിയമക്കളെ. ഈ സമയം ഇപ്പോൾ സമയം 7:30 മണി. 7:30 മണി മുതൽ 1 മണിക്കൂർ 8:30 മണി വരെ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലി ചെയ്യുന്നാലും 1 മണിക്കൂറിൻ്റെ ഓവർ ടൈം പൈസ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കമ്പനി തരും, നിങ്ങളുടെ തൊഴിൽ സ്ഥലം തരും. ഹല്ലേലൂയ. ലോക മനുഷ്യൻ എക്സ്ട്രാ പണികൾ ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ നന്മ തരുമെങ്കിൽ ആമേ സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ 1 മണിക്കൂർ നീ ചെലവഴിക്കുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം ആർക്ക് കടക്കാരനല്ല. 1 മണിക്കൂർ ചെലവിട്ട് അതിന്റെ 10 മടങ്ങ് മടക്കി തരുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ കടക്കട്ടെ.
നിർബന്ധത്താലരുത്, സങ്കടത്താലരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. കേട്ടോ, ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ആമേൻ. ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹൃദയപൂർവ്വം കേട്ടോ ബ്രദറെ, മാനിക്കും ദൈവം. ആമേൻ. സ്തോത്രം. ആമേൻ. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കൊണ്ടുവന്നിട്ട് ആമേൻ ഒതുക്കുവാൻ പല നിലവാരത്തിലും ശ്രമിച്ചതാ. പക്ഷേ ആമേൻ ചില കാറ്റുകളെ ശാന്തമാക്കി, ചില കോളുകളെ ശാന്തമാക്കി ആമേൻ ആ പടക ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ കവിതം പരിശുദ്ധ ദൈവം അമരത്തുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി വന്ന് അവന്റെ നാമത്തിന് അധിക മഹത്വം കൊടുക്കുന്നു എങ്കിൽ ഇന്ന് വരെ കാണാത്ത നിലവാരത്തിലുള്ള ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അറിയപ്പെടാത്തവരുടെ ഇടയിൽ അറിയപ്പെടുന്നവനെ പോലെ പരിശുദ്ധ ദൈവമാക്കി തീർക്കും. അതുരാ മനക ശന്തൽ കടകരഹസ്യ അന്തരേ ജഗസ്യാദരാജന. ആമേശ്വത പിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത്, അവർക്ക് പൂരിപ്പിക്കാൻ കഴിയാത്തത്, ആമേശ്വതം അവർക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത് എന്റെ മകനെ അവൻ നീ ചെയ്യും. ആമേശ്വതം തിരുവഴുത്തിൽ കാണുന്നത് പോലെ അബ്രഹാം കുഴിച്ച കിണറ് ആമേശ്വതം ഫെലിസ്തീൻ മണ്ണിട്ട് മൂടിയപ്പോൾ അവന്റെ മകനായിരിക്കുന്ന ഈസഹാക്ക് അതിനെ തുറന്നെടുത്തതുപോലെ ആമേശ്വത പിതാക്കന്മാർക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തതിനെ ഫില്ല് ചെയ്തെടുക്കാൻ പരിശുദ്ധ ദൈവം കരത്തെ ബലപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. പ്രതിസന്ധികൾ ശത്രു കൊണ്ടുവന്നിടും. പ്രാർത്ഥനയെ അതിജീവിക്കണം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ മതില് വരും. കേട്ടോ, മതില് വരും. ആമേശ്വരം മതില് പ്രാർത്ഥിച്ചാൽ മാറിപ്പോകത്തില്ല. കേട്ടോ, ആമേശ്വരം പ്രാർത്ഥിച്ചാൽ മാറിപ്പോകത്തില്ല. ഈ മതില് ചാടിക്കിടക്കേണ്ട മതില. ഹല്ലേലൂയ. യെരിഹോവിന്റെ മതില് ആർപ്പിട്ടാൽ വീഴും. പക്ഷേ ദാവീദിന്റെ മുമ്പിൽ നിൽക്കുന്ന മതില് ആർപ്പിട്ടാൽ വീഴത്തില്ല, അതിന് ചാടിക്കിടക്കണം. അങ്ങനെ ഒരു മതില് വരും. ആമേൻ. എന്റെ വൃത്തി, എന്റെ മകൻ ദൈവസ്ഥലം പ്രാർത്ഥിച്ചുകൊണ്ട് ആ മതിലിനെ ചാടിക്കിടക്കാൻ തക്കവിധം ഇന്ന് രാത്രിക്കാലം ഒരുക്കപ്പെട്ടു. പരിശുദ്ധ ദൈവത്തിന്റെ അത്ഭുതമേറിയ കരം കൂടെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അപ്പോ ആമേശ്വതം വായിച്ച വാക്യത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങുകയാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ആമേശ്വത പത്രോസ് പറയുന്നു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ. ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്, കർത്താവേ ഇതുവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. പത്രോസിന്റെ ജീവിതകാലത്ത് കിട്ടിയോ? പത്രോസിന്റെ ജീവിതകാലത്ത് കിട്ടിയോ? അവന്റെ മരണം വരെ എന്തെങ്കിലും ഭൗതികമായ ഒരു നന്മ കിട്ടിയെന്നും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? നിന്നില്ലേ? നമ്മൾ നിൽക്കോ? ഓരോ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴും അവർക്ക് കിട്ടി, പാസ്റ്ററെ ഞങ്ങൾക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 7 ദിവസം ഇരുന്നത്, പക്ഷേ ഈ പ്രാവശ്യം 21 ദിവസം ഇരുന്ന്, എന്നിട്ടും മറ്റവർക്ക് 3 ഇരുന്നിട്ട് അവർക്ക് എന്ത് ചെയ്തു? കിട്ടി. കുറേ ആളുകൾ ഇരുന്നിട്ടേ ഇല്ല, ഉപവസിച്ചിട്ടേ ഇല്ല, അവർക്ക് എന്ത് ചെയ്യുന്നു? കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 21 എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. പരാതിയുണ്ടോ? പരിഭവമുണ്ടോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പത്രോസിന് മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയെന്നല്ല പത്രോസ് നോക്കുന്നത്. പത്രോസിൻ്റെ ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പുനർജനനത്തിൽ വരികയാ, കിടക്കുകയാ. കേട്ടോ പ്രിയ മക്കളെ, ഇവിടെയുള്ള ഞൊടി നേരത്തേക്കുള്ള ലഘുവായിട്ടുള്ള കഷ്ടം 70 ഏറെയായ 80 എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ 50 പോലും, ഞാൻ 49 നിൽക്കുകയാണ്. ആമേ. 50 പോലും എത്താതെ പലരും പോകുകയാണ്. എന്തിനേ? നല്ല യൗവനക്കാര്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ, ജിംനാസ്റ്റിക് ഇല്ലേ, പല ആമേശ്വരം ഹല്ലേലൂയ ബോഡി ബിൽഡർമാരൊക്കെ കുഴഞ്ഞങ്ങ് വീണു പോകുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചിന്തിക്കാത്ത സമയത്ത് പൊലിഞ്ഞു പോകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പലരും ആരോഗ്യമുള്ളവരെന്ന് ചിന്തിക്കുന്ന പലരും ഇടിഞ്ഞു വീഴുകയാ എന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ. സ്തോത്രം. മനുഷ്യൻ പുല്ലും പുല്ലിന്റെ പൂവിനും സദൃശ്യമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആമേൻ. സ്തോത്രം. നിവരെ നിൽക്കുമ്പോൾ തന്നെ അവിടെ അങ്ങ് കുഴഞ്ഞു പോകുകയാണ്. ആമേൻ. സ്തോത്രം. പുറത്തേക്ക് ഊതുന്ന ശ്വാസം അകത്തേക്ക് കിട്ടാതെ വരുമ്പോൾ ആ സെക്കൻഡിൽ കുഴഞ്ഞു വീഴുകയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞൊടി നേരത്തേക്കുള്ള ലഘുവായിട്ടുള്ള കഷ്ടം സാരമില്ല എന്ന് എണ്ണുകയാണെങ്കിൽ ഘനമേറിയൊരു തേജസ്സിന്റെ കരം, ഒരു നിത്യജീവന്റെ അനുഭവം ഉണ്ട് പ്രിയ മക്കളെ. അപ്പോ ആമേൻ. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ സകലവും വിട്ട്. കേട്ടോ പ്രിയ മക്കളെ, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവർ വിട്ടുകളഞ്ഞ് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ നടക്കുന്നവർ പിടിച്ചെടുത്തുകൊണ്ട് നടക്കുകയാണ്. നടക്കുന്നവരാണ് കേട്ടോ,
കേട്ടോ. ആമേ സ്തോത്രം. പലതും വാങ്ങിച്ചും പിടിച്ചും ആമേ വർദ്ധിപ്പിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേൾക്കുന്ന ദാരുണമായ അധപ്പതനമാണ്. അഭിഷിക്തന്മാര് കഴിഞ്ഞ നാളുകളിലൊക്കെയും ഏറിയ വർഷങ്ങളായിട്ട് ദൈവത്തെ പ്രസംഗിച്ച് കിട്ടിയ നന്മകളൊക്കെയും ചിട്ടിക്കമ്പനിയിലും വട്ടിക്കമ്പനിയിലൊക്കെ കൊടുത്ത് നല്ല സ്ഥലത്ത് കൊണ്ട് കൊടുക്കാത്ത എന്താണെന്നറിയാമോ? നല്ല ബാങ്കുകളിൽ കൊണ്ട് ഇടാത്ത എന്താണെന്നറിയാമോ? എന്താ? പൊതുജനം ഒന്നാമത്തെ കാര്യം അറിയും. ആരും അറിയാത്ത സ്ഥലത്താണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. നാഷണലൈസ് ബാങ്കിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പാസ്റ്റർ എന്തുണ്ട്? അവിടെ ഒത്തിരി ആളുകൾക്ക് അക്കൗണ്ട് ഉണ്ട്. അവിടെ വരും, അടുത്തുള്ള വീട്ടുകാരൻ വരും, ഇപ്പുറത്തെ വീട്ടുകാരൻ വരും, സ്വന്തക്കാരൻ വരും. എന്താ വന്നത്? വെറുതെ വന്ന ചോദിക്കും. മറ്റു സ്ഥലത്തയക്കുമ്പോൾ രാത്രി എന്നാലും വീട്ടിലെന്ന് കൊണ്ടു കൊടുക്കാം. രാത്രി ചെന്നാൽ മതി, ഏത് സമയത്ത് ചെന്നാൽ മതി, കൈമടക്കോടുകൂടി കൊടുക്കാം. ആമേൻ സ്തോത്രം. ആവശ്യത്തിന് കൊടുക്കാം. ഇന്ന് പൊട്ടി തകർന്ന് മനോവേദന. ഇത് പ്രസംഗിച്ച് കിട്ടുന്ന നന്മയാണ്. പ്രൈസല്ലോ. കർത്താവിനോട് കൂടെ നടക്കുന്നവരാണ്. പ്രൈസല്ലോ. കൂടെ നടന്ന പലതും പ്രാപിച്ചിട്ടുണ്ട് പ്രിയമക്കളെ. ജീവിച്ചവരൊന്നും പ്രാപിച്ചിട്ടില്ല. ആമേ ജീവിച്ചവർ പ്രാപിച്ചത് കൃപയാണ്, ഭൗതികമായ നന്മയല്ല. ആമേ പക്ഷെ കൂടെ നടന്നവർ പ്രാപിച്ചത് ഭൗതികമായ നന്മയാണ്, കൃപയായിരുന്നില്ല. ഈ ദിവസങ്ങളിലും ഈ കാലഘട്ടത്തിലും കേരളത്തിലെ സുവിശേഷകന്മാരുടെ ദർശനത്തിന് മാറ്റം വരികയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാണിച്ചു തന്നിരിക്കുന്ന ഇതാ. ആമേൻ. അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷക്ക് ഇറങ്ങുന്നവന് നല്ല ക്വാളിറ്റിയുള്ള മൊബൈൽ ഫോൺ വേണം. ആമേൻ സ്തോത്രം. ഇറങ്ങുന്നവന് നല്ല ബൈക്കോ കാറോ വേണം. ആമേൻ സ്തോത്രം. നല്ലൊരു വീട് വേണം. വീടുള്ള സ്ഥലം കൊതുകുണ്ടോ, ആമേൻ സ്തോത്രം, പ്രാണികളുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ വന്ന് വീടെടുക്കത്തുള്ളൂ. ആമേൻ സ്തോത്രം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്. ആമേൻ സ്തോത്രം. ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവനേക്കാൾ ഉപരിയായിട്ടുള്ള ഡിമാൻഡുകളാണ്. ഏത് സ്ഥലത്തൊക്കെ പോകുന്നത്, അവിടെ എത്ര വില്ലേജ് ഉണ്ട്, ആമേൻ സ്തോത്രം, എങ്ങനെയുള്ള ആളുകളാണ് അവിടെ ജീവിക്കുന്നത്, ആദ്യം ഒന്ന് സെർച്ച് ചെയ്യും. ആമേ പഴയ നിയമത്തിൽ അങ്ങനെ ചെയ്യുന്നില്ലേ? ആമേ ജോഷുവ പറഞ്ഞ അയച്ചില്ല ഉറ്റുനോക്കാൻ. അതുപോലെ ഞങ്ങളും പോയി ഉറ്റുനോക്ക്. കൊതുകുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അയ്യോ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല, കൊതുകില്ലാത്ത സ്ഥലത്തേക്ക്. പ്രൈസലോ. ആമേ സുവിശേഷകന്മാരാ, യേശുവിൻ്റെ ജനമാ, യേശുവിൻ്റെ മക്കളാ. ആമേ കേട്ടോ പ്രതിമക്കളെ. കൂടെ നടക്കുന്നവർക്കെല്ലാം തരും. യേശു ആർക്കും കിടക്കാനല്ല, പക്ഷെ ജീവിക്കാൻ തുടങ്ങുന്നവന് യേശുവിനെ പോലെ ജീവിക്കാൻ ശ്രമിക്കണം. അവിടെ ഇത്തിരി പണിയാണ്. ആമേൻ സ്തോത്രം. യേശു ആയിട്ട് ജീവിതം തുടങ്ങുമ്പോഴാണ് യേശു ജീവിക്കുന്നത് പോലെ ജീവിക്കണം. ആമേൻ. 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. ആർക്കും ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ആമേൻ സ്തോത്രം മേൽത്തരമായ അത്ഭുതങ്ങൾ ചെയ്തു. 10 പൈസ പോക്കറ്റിലുണ്ടായില്ല. ആമേൻ സ്തോത്രം. യേശുവിന് ആമേൻ സ്തോത്രം ഇസ്രായേലിൽ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. രഹസ്യമായിട്ടുണ്ടായില്ല, പരസ്യമായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ശ്രദ്ധിക്കണം പ്രിയമക്കളെ. യേശുവിന് രഹസ്യമായിട്ട് പരസ്യമായിട്ട് 10 ഏക്കറോ 20 ഏക്കറോ സ്ഥലമുണ്ടായിരുന്നില്ല. സ്വന്തം ഒരു വാക്കും ഇന്ത്യയിൽ കൊടുക്കും. യേശു പെസഹ ഒരുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, കർത്താവ് എവിടെ ഒരുക്കണം? സ്വന്തം നിങ്ങൾ ചെല്ലുമ്പോൾ ഒരുത്തൻ വെള്ളം ചുമന്നുകൊണ്ട് ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വരും. അവനോട് ചോദിക്കണം, ഗുരു ചോദിക്കുന്നു പെസഹ എവിടെ ഒരുക്കണമെന്ന്. അവൻ ഒരു വൻമാളിക, ഒരു 5 സ്റ്റാർ ഹോട്ടൽ കാണിച്ചു തരും. പ്രൈസല്ലോ. ചെറിയ മാളികയല്ല, വൻ മാളിക കാണിച്ചു തരും. എഴുതി കിട്ടണോ? എഴുതി തരണമെങ്കിൽ എഴുതി തരും. ആമേൻ സ്തോത്രം. കർത്താവിന് എന്ത് വേണമെന്ന് ചോദിച്ചാൽ മതി, അതൊക്കെയും പതിച്ചു കൊടുക്കാൻ അവിടെ ആളുകളുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ലോകത്തിന്റെ അധികാരി അവൻ വെളിപ്പെട്ടിട്ട് പറയുകയാണ്, ഈ കാണുന്നതൊക്കെ എന്റേതാ, ഈ കാണുന്നതൊക്കെ എന്റേതാ. ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തന്നേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ അഭിഷിക്തന്മാരൊക്കെ ആണെങ്കിൽ ആമേൻ സ്തോത്രം എപ്പ ഇടിഞ്ഞ് വീണെന്ന് ചോദിച്ചാൽ മതി. ഒരു വട്ടമല്ല 100 വട്ടം വേണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ആമേൻ സ്തോത്രം. നന്മ തന്നാൽ മതി. ആമേൻ സ്തോത്രം. നന്മക്ക് വേണ്ടിയല്ല പ്രിയ മക്കളെ, നന്മ തരുന്ന പലരും ഈ ലോകത്തിലുണ്ട്. നന്മ കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നിന്റെ അകത്തളത്തിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ, ഇതിനെ പകർത്തു കൊടുക്കാൻ തക്ക വിധം ഇന്ന് രാത്രികാലം എത്ര പേര് ഒരുക്കപ്പെടും? അവനെയാണ് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. കേട്ടോ പ്രിയമക്കളെ, നന്മയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ആമേൻ സ്തോത്രം. നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സൗന്ദര്യമുള്ള, തികവേറി ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും സുവിശേഷം പ്രസംഗിക്കത്തില്ല, സുവിശേഷം അറിയിക്കത്തില്ല. നാണക്കേടാ.
ആമേൻ സ്തോത്രം, അവരുടേതായ ഡിഗ്രിക്കൊത്തവണ്ണമുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ ഈ ഇരിക്കുന്ന ജനമുണ്ടല്ലോ, ആരുടെ മുമ്പിലും ആമേൻ ഞങ്ങളെ വിടുവിച്ചത് യേശുവാണ്, എൻ്റെ അപ്പൻ കർത്താവാണ്, എനിക്ക് വേണ്ടി മരിച്ചത് യേശുവാണ് എന്നാരുടെ നടുവിലും വിളിച്ചു പറയുവാൻ ആംബിയറുള്ള ഇവരെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യം. ആമേൻ. ഒന്ന് വായിച്ച വാക്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഇവരെന്ത് ചെയ്യും? രണ്ടാമത് എന്ത് ചെയ്യും? ജനിക്കും. ഉറപ്പുണ്ടോ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എത്ര പേർക്ക് ഉറപ്പുണ്ട്? അമ്മ ഞാൻ എന്ത് ചെയ്യും? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് പറയണം. ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ, ഇന്ന് കാഹളം ധ്വനിച്ച എത്ര വ്യക്തിത്വങ്ങൾ ഇവിടം വിട്ടു പോകുമെന്ന് എത്ര പേരുടെ അകത്തളത്തിൽ ഉറപ്പുണ്ട്? ഞാൻ പോകും, എൻ്റെ അപ്പൻ വിളിച്ചാൽ പോകും. ചിലരുടെ ഉള്ളിൽ പറയുന്നുണ്ട്, പാസ്റ്റർ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങ് ക്ലച്ച് പിടിച്ചില്ല, അടുത്ത ഉപവാസ പ്രാർത്ഥന വന്നിട്ട് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഇപ്പോഴൊന്നും വരണ്ട. ചില ആമേൻ ദൈവാസന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ സ്തോത്രം, പാസ്റ്റേ ആമേൻ കർത്താവെ വേഗം വരണേന്ന് എന്ത് ചെയ്യണ്ട, പറയണ്ടെന്നേ. അപ്പൊ പിന്നെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാ. അപ്പൊ എന്താണ് പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു പെട്ടെന്നാറ്റം വന്നെന്നാലോ, ഭയങ്കര ആത്മഭാരോ. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞേ, പുറത്ത് ഇനി ആളുകൾ കിടക്കുന്നില്ലെന്ന്, അവര് ദൈവസന്നിധി വരണ്ടേന്ന്. പ്രൈസലോ. കർത്താവിനെ അറിയത്തില്ലല്ലോ, പുള്ളിക്ക് കൊടുത്ത പ്രത്യേക ഒരു കോളിങ്ങാ. അമ്മ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും സെക്രട്ടറി സ്ഥാനത്തിരുന്ന് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ആമേ സ്തോത്രം. ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ്, ആമേ ഞാൻ പെട്ടെന്ന് വരത്തില്ല, ആമേ സ്തോത്രം, അതുകൊണ്ട് വേഗം വരാൻ പറയരുത്, ചിലപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മറന്നു പോകും. പ്രൈസലോ. അങ്ങനെയൊക്കെ പല ചിന്തകളും, പലരുടെയും ചിന്ത അങ്ങനെയാ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവവചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. ആമേ സ്തോത്രം, അവൻ വരട്ടെ പ്രിയ മക്കളെ, തക്ക സമയത്ത് ആമേ സ്തോത്രം അവൻ വരുവാനിടയായിത്തീരും. ഒരു മനുഷ്യനും അറിയാൻ കഴിയത്തില്ല. ഏത് സമയത്തും നാം ഒരുക്കപ്പെട്ടിരിക്കണം. നാം ഏത് സമയത്ത് ഒരുക്കപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ശേഷിക്കുന്ന ജീവിതം പ്രിയ മക്കളെ കർത്താവിന് വേണ്ടി കൊടുക്കാം. ഇന്ന് ആമേ സ്തോത്രം, ഞാൻ പറഞ്ഞ നിർത്തിയ സ്ഥലത്ത് തുടർന്നില്ല. പല അഭിഷിക്തന്മാരുടെ മക്കളും നല്ല ജോലിക്കാരാ പ്രിയ മക്കളെ. ആമേ ദൈവം ദുഃഖിക്കുകയാ, യേശു ദുഃഖിക്കുകയാ. ആമേ സ്തോത്രം, വിളഞ്ഞു കിടക്കുന്ന പാടം ആമേ ദേശത്തിന്റെ മധ്യത്തിൽ നമ്മൾ കേൾക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടോ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടോ? നിരാശ കയറാത്ത കുടുംബം ഏതാ ഉള്ളത്? 10 വയസ്സുകാരന് ഭയപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. പെൺകുഞ്ഞിനും 13 വയസ്സേ ആയിട്ടുള്ളൂ. ആ മാതാപിതാക്കളുടെ ഉള്ളിൽ തീയാണ്. ഇന്നൊരു കല്യാണം നടത്തിയെടുക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട്. കല്യാണത്തിന് കൊച്ചിന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതല്ല, കൊച്ച് കല്യാണ പ്രായം വരെ വീട്ടിൽ നിൽക്കാൻ. ആമേ സ്തോത്രം, കൊതിക്കുകയാ പലരും ഒരു കല്യാണം നടത്താനായിട്ട്. ആമേ സ്തോത്രം, വിവാഹപ്രായം വരെ ഒന്ന് വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ആമേ 2 വീട്ടുകാരും തമ്മിൽ യോജിച്ചിട്ട് അങ്ങനെയുള്ള കല്യാണങ്ങളെല്ലാം ഇന്ന് റെയറായിക്കൊണ്ടിരിക്കുകയാ. ഇല്ല പ്രിയ മക്കളെ, പുറത്ത് ജാതികളുടെ അടുക്കലല്ല, അമിസ്വത വിശ്വാസി കൂട്ടത്തിനകത്തളത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? പേടിയല്ലേ? ആമേ സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദൈവഭയം അറ്റുപോകുകയാ. ആമേ സ്തോത്രം. പലരും പകുതിയിലാ പ്രിയ മക്കളെ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിൽക്കുന്നു എങ്കിൽ ഉറപ്പോടുകൂടി നിൽക്കുക. ആമേ സ്തോത്രം. പകുതിയല്ല, ഫുള്ളായിട്ട്. ഇന്ന് ഉപവാസം എടുത്തു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഫുള്ളാണോ പാസ്റ്റർ? ആരാ ചോദിക്കുന്നത്? ഓരോ സഭയെ ചെല്ലുമ്പോഴത്തേക്ക് പാസ്റ്റേഴ്സ് ചോദിക്കുക, പാസ്റ്റർ ഉപവാസം ഒന്ന് പറഞ്ഞേ, എവിടെയെങ്കിലും ഹാഫ് കണ്ടിട്ടുണ്ടോ? ഫാസ്റ്റിങ് ഉപവാസം ഹാഫ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി കണ്ടിട്ടുണ്ടോ? ബൈബിളിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഈ 66 പുസ്തകത്തിനകത്തളത്തിൽ ഹാഫ് ഫാസ്റ്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്നാൽ ഞങ്ങളത് ഉണ്ടാക്കും. പ്രൈസലോ. ഞങ്ങളുണ്ടാക്കും പാസ്റ്റേ. ഞങ്ങളെല്ലാം പുതിയതാക്കിക്കൊണ്ടിരിക്കുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പലരുടെയും ഉപവാസ ഫാസ്റ്റിംഗ് എല്ലാം ഹാഫാ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എത്രയായി ചുരുങ്ങും? എന്ന് പറഞ്ഞേ, ക്വാർട്ടറായി ചുരുങ്ങും. പ്രൈസലോ. ആമേൻ. അഭിഷേകമുള്ളവർ. ആമേൻ സ്തോത്രം. ഞങ്ങൾ സഭയോടുകൂടെ
ഒരു നേരം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? 21 തുടരുകയാണെന്ന്. എന്തിനാ തുടരുന്നത്? ഇവിടെ പാടില്ലെങ്കിൽ വലിയ സ്ഥലത്തും കിടന്നുറങ്ങും. തെറ്റായ സന്ദേശം കൊടുത്ത് ഇന്ന് സഭയെ ചതിച്ചുകൊണ്ടിരിക്കുകയാ. തെറ്റായ സന്ദേശമാ. ആമേശ്വത അത് വചനത്തിന് വ്യവസ്ഥയില്ലാത്തതാ. എടാ, ഉപവസിക്കുന്നെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറും ദൈവസന്നിധിക്ക് ആമേശ്വത സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരും. ആമേ, അടുത്ത തലമുറകൾക്ക് തെറ്റായ സന്ദേശം കൊടുക്കരുത്. 21 ദിവസം നീ എന്തിനാ ഈ പാടുപെടുന്നത്? കർത്താവ് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കത്തില്ലേ? കേൾക്കത്തില്ലേ? കേൾക്കോ? 100% കേൾക്കും. പിന്നെ എന്തിനാ നീ ഒരു നേരം കഴിച്ചുകൊണ്ട് ഫുള്ളും കഴിച്ചുകൊണ്ട് ആമേ പ്രാർത്ഥിക്കാൻ പാടില്ലേ? ഒന്നില്ലെങ്കിൽ ഫാസ്റ്റിങ്, അല്ലെങ്കിൽ ഫാസ്റ്റിങ് ഇല്ലാതെ. ഈ ഏലിയാവ് വന്നിട്ടും ചോദിക്കുന്നുണ്ട്, 2 വഞ്ചിയിൽ വെക്കരുത്. വഞ്ചി 2 അകന്നു പോകും. ആ വീഴ്ച ഭയങ്കര വീഴ്ചയായിരിക്കും. ഇന്ന് പല ആമേ ദൈവദാസന്മാരെ ഓർത്ത് ആമേ സങ്കടം തോന്നുകയാണ് പ്രിയ മക്കളെ. ഇവരാ ആമേ സ്വതം ഇതിൻ്റെ ആമേ സ്വതം ഈ നല്ല തികവേറിയ പത്യ വചനത്തെ ആമേ അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളയുന്ന ആമേ പലതും നമ്മൾ കണ്ണും കാതും കൊണ്ട് കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമേ ഒന്ന് മടങ്ങി വന്നാൽ ആ സഭയിലെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ട് ഫാസ്റ്റിംഗ് എടുക്കോ? പൂർണ്ണമായിട്ട് ഉപവസിക്കോ? ഞാൻ പകുതിയാണെന്നുണ്ടെങ്കിൽ ആമേ നിങ്ങൾ എടുക്കോ? ദർശനമുള്ളവർ ഒരുപക്ഷെ കുറച്ച് ആളുകൾ എടുത്തെന്നിരിക്കാം. എന്നാൽ അവരുടെ തലമുറകൾ വരുമ്പോൾ പാസ്റ്റ് പോകുന്നത് പകുതിയിലാണല്ലോ. ഞങ്ങൾക്കും എന്ത് പിടിക്കാം? പകുതി പിടിക്കോ? പകുതി പിടിക്കത്തില്ല. അടുത്ത തലമുറ അതിലും കുറവേ പിടിക്കത്തുള്ളൂ. അമേ സ്തോത്രം. ഇന്ന് അങ്ങനെ ഒരു തലത്തിലേക്ക് പോകുക പ്രിയമക്കളെ, മടങ്ങി വരണം കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു കള്ളത്തരവും മക്കളുടെ മുമ്പിൽ കാണിക്കരുത്. നിങ്ങൾക്ക് ശാരീരികമായി ദോഷമുണ്ടെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ആമേ, അതുകൊണ്ട് ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്നേ. പക്ഷെ പിള്ളേരുടെ മുമ്പാകെ തെറ്റായ സന്ദേശം കൊടുക്കരുത്. ആമേ. 21 ദിവസം ഒരു നേരം ഉപവസിച്ചുകൊണ്ട് എവിടെയാ? ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടെന്ന്. ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് 21 ദിവസം ഞങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പറഞ്ഞേ. തെറ്റാണ്. നോയമ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ട്. നോയമ്പുണ്ട്, ഉപവാസമുണ്ട്, ഇല്ലേ? ഉപവാസം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതി വെച്ചത് നന്നായി, ഇല്ലേ? 40 രാവും എഴുതിയില്ലെങ്കിലോ? 40 ദിവസം എന്നാണ് എഴുതിയിരുന്നെങ്കിലോ? അപകടമാ. വൈകിട്ട് രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് എന്ത് ചെയ്യും? നിർത്തും. ഒരു ദിവസം തീരും. അത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തിരിച്ചറിഞ്ഞത് കൊണ്ട് എഴുതി വെച്ചു. 40 രാവും 40 പകലും. എസ്തേർ പറയുന്നു 3 ദിവസം, 3 ദിവസം രാത്രിയും പകലും കൂടി കൂട്ടിയിട്ട് ഒരു ദിവസം, 3 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഉപവസിക്കണം. ഞാനും എന്ത് ചെയ്യാം? ഞാനും എൻ്റെ ദാസിമാരും ഉപവസിക്കാം. നിനവെ പട്ടണക്കാർ 3 ദിവസം ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ആമേശ്വത മൃഗങ്ങളോ ആമേശ്വത മനുഷ്യനോ ആഹാരം ആസ്വദിക്കരുത്, വെള്ളം പോലും കുടിക്കരുത്. അങ്ങനെയല്ലേ ബൈബിളിൽ കാണുന്നത്? നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്ക് നിങ്ങളുടെ അത്ര അറിവില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ പ്രിയ മക്കളെ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. എന്നേക്കാൾ കൂടുതൽ ജ്ഞാനവും അറിവുമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് നിൽക്കുന്നത്. ആമേശ്വതം. അതുകൊണ്ട് പ്രിയ മക്കളെ, എന്തേലും ആമെ തെറ്റായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ആമെ പറയുന്നു എങ്കിൽ, പാസ്റ്റേ പുസ്തകത്തിനകത്തളത്തിൽ ഇങ്ങനെ ഉണ്ട്, ആമേശ്വത പാസ്റ്റർ കാണാഞ്ഞിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തിയാൽ, ആമെ തിരുത്താൻ ഏത് സമയത്ത് സന്നദ്ധനാ. ആമേശ്വത പിടിച്ചിരിക്കുന്ന കൊമ്പെ തന്നെ പിടിക്കത്തില്ല. ആമേശ്വത അറിവ് പറഞ്ഞു തന്നാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാ. പക്ഷെ ഞാൻ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല പകുതി ഫാസ്റ്റിങ്. ആമേ. പകുതി ഫാസ്റ്റിംഗ് ഇല്ലെന്നേ. നോയമ്പുണ്ട്, ഉപവാസമുണ്ട്, ഇത് രണ്ടുമാ. ആമേ. പ്രീസലോ. അമ്മ ഞാൻ ആ വിഷയം വിടുകയാ, അതിലേക്കൊന്ന് കയറി വന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ ശ്രദ്ധിച്ചോളണം. ആ പാസ്റ്റർ ആ സഭയിൽ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ പാസ്റ്റർ, നീ അത് നോക്കണ്ട. എടാ, ഇത് നോക്ക, ഇത് നോക്ക്. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് മാറിപ്പോകാത്ത സത്യമായൊരു വചനം ഈ പുസ്തകത്തിനകത്തളത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുമ്പോൾ ഇടം വലം തിരിയാതെ വണ്ണം തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക. ഇന്ന് രാത്രികാലം എത്ര പേരൊരിക്കപ്പെടും? നീയുമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിന് ബന്ധമുള്ളത്. ആമേൻ. ദൈവാത്മാവിന് ബന്ധമുള്ളത് ഇങ്ങനെയുള്ളവരുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോ ഞങ്ങൾ അന്യഭാഷ പറയുന്നതോ അതൊക്കെ നടക്കും പ്രിയമക്കളെ. കൂടെ നടക്കുന്നവരുമുണ്ട്, കൂടെ ജീവിക്കുന്നവരുമുണ്ട്.
2 വിഭാഗക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൂടെ ജീവിക്കുന്നവൻ പറയുന്നു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അന്ന് കുതിരപ്പുറത്തുനിന്ന് വീണിട്ട് വീണ്ടും പുതിയൊരു കുതിരയെ അന്വേഷിച്ച് നടന്നില്ലെന്നേ. ആമേൻ. വിശ്വാസത്തിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന കാറ് നഷ്ടപ്പെട്ടു പോയെന്നും പറഞ്ഞുകൊണ്ട് ആ കാറ് പിടിക്കാനല്ല പിന്നെ ഓടേണ്ടത്, മറിച്ച് ആമേൻ കർത്താവിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഒരു അഭിഷേകം എൻ്റെ മേൽ പകരണമേ, ഒരു ദൈവകൃപ എൻ്റെ മേൽ പകരണമേ, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം എന്നെ നടത്തണമേ. ആമേൻ. സ്വതം നഷ്ടപ്പെട്ടതിലേക്കല്ല, മറിച്ച് പുതിയതിലേക്ക് പുതിയതിലേക്ക് പുതിയതിലേക്ക്. ആമേൻ. നമ്മൾ അങ്ങനെയല്ല. ഞങ്ങളുടെ കുടുംബക്കാര് കൂട്ടക്കാരൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ അവര് പറയണം, യവന്മാരെന്ത് ചെയ്തു, അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. കൂട്ടക്കാർക്ക് പ്രാപിക്കാൻ പറ്റാത്തൊന്ന് പ്രാപിച്ചേ. ആമേൻ. സ്വതം കൂട്ടക്കാർക്ക് പ്രാപിക്കാം. കൂട്ടക്കാരുടെ കയ്യിൽ പണമുണ്ടാകും, സ്ഥലമുണ്ടാകും, നിലമുണ്ടാകും, വീടുണ്ടാകും, വാഹനമുണ്ടാകും. പക്ഷെ അവർക്കില്ലാത്ത ഒന്നുണ്ട്, ദൈവകൃപ. ആമേൻ. ദൈവകൃപ നിന്റെ കൂട്ടക്കാർക്കില്ലാത്തത് അതിന്ന് രാത്രികാലം പ്രാപിച്ചെടുക്കുക. എത്ര വ്യക്തിത്വങ്ങൾ ഒരുക്കപ്പെടും. ആമേൻ. നിന്റെ ചാർച്ചക്കാർക്കില്ലാത്തത്, ബന്ധുമിത്രാദികൾക്കില്ലാത്തത്, സ്വന്തം ബന്ധങ്ങൾക്കില്ലാത്തത് നിനക്ക് തരുന്നൊരു ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഇതിന്റെ മധ്യത്തിലുള്ളത് പ്രാപിച്ചെടുക്കാൻ ആത്മാവിലൊന്ന് ഒരുങ്ങട്ടെ. ആമേൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ദൈവാസം വന്ന് പറഞ്ഞല്ലോ പാസ്റ്റേ, ആമേൻ, ഈ 2025 നിനക്കൊരു കാറ് തരും കേട്ടോ. ദൈവം പറഞ്ഞതൊന്നും നിഷേധിക്കരുത്. ദൈവത്തിനൊരു കാറ് തരാനായിട്ട് എന്താ തടസ്സം? വല്ല തടസ്സമുണ്ടോ? ആമേൻ. ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഭൂമി ഉണ്ടാകട്ടെ, വൃക്ഷലതാദികൾ ഉണ്ടാകട്ടെ, പക്ഷി മൃഗാദികൾ ഉണ്ടാകട്ടെ, സകലത് ഉണ്ടായില്ലേ? വാക്കുകൾ കൊണ്ട് സകലത് ഉളവാക്കാൻ കഴിയുന്ന ദൈവത്തിന് നിന്നെ നോക്കിക്കൊണ്ട് അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഉണ്ടായി. അതൊക്കെ ദൈവം തരും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും ബാക്കിയുള്ളതെല്ലാം ദൈവം തരുമെന്നേ. പക്ഷെ ഇന്ന് അതല്ല അവനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം സാമ്രാജ്യം ഉണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പിള്ളേരൊന്ന് റെഡിയായിട്ട് വേണം പാസ്റ്റേ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ. എവിടേക്ക്? പിള്ളേരൊന്ന് കരപറ്റിയിട്ട് വേണം. പിള്ളേര് കരപറ്റി വരുമ്പോൾ എത്ര വയസ്സാകുമെന്ന് അറിയാമോ? അപ്പന് ബുദ്ധിമുട്ടിക്കരുത് ദയവ് ചെയ്ത്. പിന്നെ ഈ അപ്പനെ പിടിച്ചുകൊണ്ട് നടക്കാൻ 2 പേര് വേറെ വേണം, സഹശുശ്രൂഷകന്മാര്. ആമേൻ. സ്തോത്രം. കാരണം കണ്ണും കാണാൻ പാടില്ല, കാതും കേൾക്കാൻ പാടില്ല. അപ്പനെ പിടിച്ചുകൊണ്ട് എവിടെ പോകെ? ദൈവവേല ചെയ്യാൻ പോകുക. നല്ല ചോരയും നീരുമുള്ള സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത്, പറഞ്ഞാൽ തിരിയുന്ന സമയത്ത്, കണ്ണിന് നല്ല കാഴ്ചയുള്ള സമയത്ത്, ബസ്സിലോ കാറിലോ ബൈക്കിലോ നടന്നോ യാത്ര ചെയ്ത് യേശുവിനെ സുവിശേഷീകരിക്കാൻ പറ്റുന്ന സമയത്ത് അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കപ്പെടുന്ന മക്കളെ, സർവശക്തനായ ദൈവം നിന്നെ മാനിക്കും. നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന സമയത്തല്ല, വീൽ ചെയറിൽ ഇരിക്കുന്ന സമയത്തല്ല, സ്ട്രെച്ചറിൽ കിടക്കുന്ന സമയത്തല്ല, സ്തോത്രം, ശക്തിയുള്ള സമയത്ത്. പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമേശ്വത പിള്ളേർ ഒരു കര പറ്റിച്ചിട്ടോ. പിള്ളേര് പറ്റുമോ കര? ഈ ഒരു ദർശനം എന്ന് നാവിൽ നിന്ന് വീണോ അന്ന് പിശാച് പിള്ളേരെ പിടിക്കും. അവന് പഠിക്കണം, ജോലിക്ക് പോകത്തില്ല. എത്ര വരെ പഠിക്കണം? അവന് പിന്നെ പഠിക്കണം അങ്ങോട്ട്. സ്തോത്രം. ഹല്ലേലൂയ. PhD ഒക്കെ എടുത്തപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പം കാത്തിരിക്കുക ദൈവവേലക്ക് ഇറങ്ങാനായിട്ട്. കൊച്ചെന്ത് ചെയ്യണം? കൊച്ചൊരു കര എവിടെ കര പറ്റാ? സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കര പറ്റിക്കത്തില്ല സാത്താൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ദർശനവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ആ പിള്ളേര് കര പറ്റണമെന്നുണ്ടെങ്കിൽ നീ കര പറ്റണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പനൊരു ഭാഗത്താകുമ്പോൾ പിള്ളേരൊന്ന് അനങ്ങത്തുള്ളൂ. സ്തോത്രം. കാരണം എന്താ അറിയാമോ? ദൈവവേല കോര്യത്തിനെ ഇറക്കാതിരിക്കാൻ പിശാച് 100% പ്രവർത്തിക്കും. നിന്നെ വേണമെങ്കിൽ IAS ആക്കും, നിന്നെ വേണമെങ്കിൽ IPS ആക്കും, ഗവർണറാക്കും, സ്വന്തം മന്ത്രിയാക്കും. എന്നാലും പിശാചിന് കുഴപ്പമില്ല, ലാഭം തന്നെയാ. പക്ഷെ ഒരു ദൈവവേലക്കാരൻ ഇറങ്ങിയാൽ പിശാചിന് നഷ്ടമാ. പട്ടണത്തെ നശിപ്പിക്കത്തക്ക നിലവാരത്തിൽ അവൻ വാത് വെക്കുമ്പോൾ, ആത്മീയന്റെ അഭിഷേകമുള്ള ഒരുത്തൻ പട്ടണത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ദുർശക്തികൾ അഴിയുവാനിടയായിത്തീരും. ഒരഭിഷിക്തനെ ഇറക്കാതിരിക്കാൻ പിശാച് മാക്സിമം ശ്രമിക്കുമ്പോൾ, ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതിൽ നിന്ന് ചിലതിന് പരിശുദ്ധ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. പട്ടണത്തിന് അവൻ നെടുകയും കുറുകയും ഓടുവാൻ.
അപ്പോൾ കർത്താവ് പറയുക, നാളെ മോനെ അഭിസ്വതം ആഴ്ചയിൽ ഓരോ ദിവസം എൻ്റെ നാമത്തിന് വേണ്ടി നീ മാറ്റിവെക്കുന്നു ചോദിച്ചു ചെയ്യുന്ന എന്തു പറയും നിങ്ങൾ? അയ്യോ കർത്താവ് പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, പെട്ടെന്നൊന്നും. ഈ പത്രോസിനോട് യേശു പറയുന്നതിന് കാരണം എന്താണെന്നറിയോ? നീ പുനർജനനത്തിൽ വീട്ടിൽ ഒരു നാഴി അരിയില്ല, ഇട്ടുവെച്ച് കുടിക്കാൻ ഒന്നുമില്ല, ആമസ്വത പടക് കാലിയ, വല കാലിയ, വീട്ടിലെ സകല ധാന്യം ഇട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കാലിയ. അപ്പൊ കർത്താവ് അവനോട് നോക്കിയതാ, ഇവന് നന്മ കൊടുത്താൽ ഇവൻ എന്നെ വിട്ട് പോകും. യേശു നോക്കി, പടകെന്ത് ചെയ്തു? നിറച്ചു കൊടുത്തു. പടക് നിറച്ചു കൊടുത്തു. അവന് ആവശ്യം എന്തായിരുന്നു? യേശു പടകിൽ കയറുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥ രാത്രി മുഴുവൻ എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയാ? ഈ മത്സ്യത്തിന് വേണ്ടിയല്ലേ? ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചത് ഈ മത്സ്യത്തിന് വേണ്ടിയല്ലേ? കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ മുഖമായിരുന്നു പത്രോസിൻ്റെ മുമ്പിൽ അന്ന് തെളിഞ്ഞത്. അതുകൊണ്ട് രാവിലെ ആയിട്ടും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, വല്ല നന്മയും കിട്ടിയിരുന്നെങ്കിൽ, മത്സ്യം കിട്ടിയിരുന്നെങ്കിൽ അവൻ ആ പരിസരത്തെ കാണത്തില്ല. ഇന്നലെ രാത്രി മീൻ പിടുത്തത്തിന് വല ഇറക്കുന്ന സമയത്ത് അരുമനാഥനായ യേശുവിൻ്റെ കണ്ണ് സ്വതം വലയിൽ ഉണ്ടായിരുന്നു. ഇവന് നാളെ രാവിലെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ചെല്ലുന്ന സമയം വരെയും ഇവൻ സ്വതം കടൽ തീരം വിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യം കർത്താവിനെ അറിയാം. സ്വതം ഇവൻ നോക്കുമ്പോൾ വീട്ടിൽ വേഗത്തിൽ പോയിട്ടൊരു കാര്യമില്ല. ചെന്നപാട് തന്നെ കുഞ്ഞുങ്ങൾ നോക്കുന്നത് കയ്യിലേക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞങ്ങളുടെ അപ്പൻ സ്വതം മത്സ്യത്തൊഴിലാളിയും സ്വതം വേനൽക്കാലങ്ങളിൽ വിറക് കീറാൻ പോകുന്ന ഒരു മനുഷ്യനുമായിരുന്നു. സ്വതം അങ്ങനെയൊക്കെ അറിയാം. സ്വതം ആകയാൽ സ്വതം ഈ അപ്പൻ വരുന്ന സമയത്ത് കടലിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നോട്ടം അപ്പൻ്റെ മുഖത്തേക്കല്ല, കയ്യിൽ വല്ലതും ഉണ്ടാകുമോ? കയ്യിലേക്കാ നോട്ടം. പാളക്കകത്ത് മീനും ചിലപ്പോൾ തോർത്തുമുണ്ടിനകത്ത് അരിയും ഉണ്ടാകും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടെങ്കിലേ അടപ്പത്ത് കലം കയറത്തുള്ളൂ പ്രിയ മക്കളെ. അമ്മ വിറക് വെച്ച് അടപ്പ് കലത്തിന്റെ കീഴെ കത്തിക്കണമെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടണം. അപ്പം പോയ വഞ്ചിക്കകത്ത് മത്സ്യമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാ ഇവിടെ വിറക് വെച്ച് കത്തിച്ചു തുടങ്ങുന്നത്. ഒന്നുമില്ലെന്നറിഞ്ഞാൽ അന്ന് കത്തത്തില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ അതുപോലെയായിരുന്നു. ഇന്ന് ശൂന്യതയോടെ ആരെങ്കിലും ഇതിന് നടുവിലായിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് ശൂന്യമായിരിക്കുന്ന നിന്റെ പാത്രത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. കർത്താവ് കാണുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞറിയിക്കണമെന്നില്ല. കർത്താവേ സ്തോത്രം, നീ കാണുന്നില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നു കിടക്കുന്നതുമാണ്. ഞാൻ എന്നും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മൂടി സ്വതം ഏറ്റവും സ്നേഹമുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഭാര്യമാർ, സ്വതം നിങ്ങളുടെ മൂടി ഏറ്റവും സ്നേഹമുള്ള നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടെന്ന് അവർക്ക് കണക്കറിയാമോ? നിങ്ങളുടെ പാരൻസിന് അറിയാമോ കണക്ക്? എന്നാൽ അപ്പനോട് ചോദിക്കുക, കർത്താവേ 2025 സ്വതം മാർച്ച് മാസം 1-ാം തീയതി എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായ കണക്ക് അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയും. അപ്പൊ ആരാ കൂടുതൽ സ്നേഹിക്കുന്നത്? ആരാ നമ്മളെ കെയർ ചെയ്യുന്നത്? ആരാ നമ്മളെ സംരക്ഷിക്കുന്നത്? ആർക്കാ കൂടുതൽ ശ്രദ്ധ? ആർക്കാ കൂടുതൽ ശ്രദ്ധ? നമ്മുടെ കുടുംബക്കാർക്കാണോ? ഭാര്യക്കാണോ? അപ്പനാണോ? അമ്മയ്ക്കാണോ? മക്കൾക്കാണോ? അല്ലെന്നേ. സ്വതം ക്രൂശിക്കപ്പെട്ട ഒരുത്തനുണ്ട്. സ്വതം വഴിയിലിട്ടേച്ച് പോകത്തില്ല, തെരുവിലിട്ടേച്ച് പോകത്തില്ല. ചേർത്ത് പിടിക്കാൻ പ്രാപ്തനായ ഒരുത്തനാണ് നിന്റെ മുഴുവൻ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. നിന്റെ ഞാടി ഞരമ്പുകളിലും ത്വക്കുകളിലും പേശുകളിലും എല്ലുകളിലും എന്ത് പരിവർത്തനം സംഭവിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവമാണ് നോക്കുന്നത്. Praise the Lord. Hallelujah. അവൻ നോക്കും കേട്ടോ. അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയം വെച്ച് കൊടുത്തോളണം. മോനെ ആൽവിനെ നീ വളരും തോറും ഓരോ മാസങ്ങൾ, ഓരോ ദിവസങ്ങൾ നിന്റെ മുമ്പിൽ വന്ന് വീഴുമ്പോഴും ദൈവവുമായിട്ട് ഒരു ബന്ധം നീ സ്ഥാപിച്ചേക്കണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി ചെറുതല്ല, ഏറ്റവും വലിയ നിലവാരത്തിലേക്ക് ചില രാജ്യങ്ങൾ നിനക്കായി ആഗ്രഹിക്കുന്നുണ്ട്, ചില പട്ടണങ്ങൾ നിനക്കായി ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ നിലവാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് കർത്താവിന്റെ കരത്തിൽ വഹിക്കുവാൻ പരിശുദ്ധ ദൈവം പദ്ധതി ഇടുകയാണ്. നിന്റെ മാതാപിതാക്കൾക്ക് നീ ഒരു അഭിമാനമായിരിക്കും. ആമേൻ. നീ പോലും അറിയത്തില്ല
നിന്റെ ബുദ്ധിക്കകത്ത് എന്താ സംഭവിക്കുന്ന നിനക്കറിയത്തില്ല. ആമേൻ. പൗലോസ് പറയുന്നത് പോലെ സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചമടിച്ചതേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. ആമേൻ. ഇന്നും കർത്താവിന് വേണ്ടി ഓടുകയാ. ആമേൻ. ഇതുപോലെ ആമേൻ നിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ പോകുകയാ. നിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ പോകുകയാ. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ആമേൻ. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുന്നവന് മഹത്വം കൊടുത്തു. ചില വേദികൾ നിനക്ക് മുമ്പാകെ ഒരുങ്ങും പ്രതീക്ഷിക്കാത്ത തലത്തിൽ. ആമേൻ. സ്തോത്രം. നിന്റെ ബുദ്ധിയെ ദൈവം തുറക്കും. ആമേൻ. ശ്രേഷ്ഠന്മാരിരിക്കുന്ന കസേരയിൽ ദൈവം നിന്നെ ഇരുത്തും. ഹല്ലേലൂയ. ജോസഫ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കാരാഗ്രഹത്തിൽ കിടന്ന് തീരുമെന്നാ ചിന്തിച്ചത്. പിന്നത്തേതിൽ പാനപാത്രവാഹകനിൽ അപ്പക്കാരനിലും ആശ്രയിച്ചു. അവർ വഴിയായിട്ടെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ പോത്തിഫറിനെ പോലെ വല്ല യജമാനന്മാരുടെ വീട്ടിലും ഒരു കൂലിപ്പണിയെടുത്ത് ജീവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ജോസഫിന്റെ ബുദ്ധിയിലെ ദർശനം. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി വളരെ വളരെ വലുതാ. ആമേൻ. സ്തോത്രം. ജോസഫേ, നിന്റെ ബുദ്ധിക്കകത്ത് ചിന്തിക്കുന്നത് പോലെയല്ല അപ്പന്റെ പദ്ധതി വളരെ വലുതാ. എന്ന പോലെ നിന്നെ കുറിച്ച് നിന്റെ അപ്പന്റെ പദ്ധതി വളരെ വലുതാ. ആമേൻ. കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. പ്രാർത്ഥിച്ചോളണം കേട്ടോ. ആമേൻ. സ്തോത്രം. ദൈവസന്നിധിയിൽ ഉപവസിച്ചോളണം, പ്രാർത്ഥിച്ചോളണം. ആത്മാവ് നടത്തുന്നത് പോലെ എൻ്റെ ഇഷ്ടം വേണ്ട കർത്താവേ, അങ്ങയുടെ ഇഷ്ടം. ഹല്ലേലൂയ. നിന്റെ സമപ്രായക്കാരായ വ്യക്തിത്വങ്ങളുടെ നടുവിൽ ഒരു സൗരഭ്യവാസനയാക്കി സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റും. ആമേൻ. നിന്നെ മാനിക്കും. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ആമേൻ ആത്മീക കോളം കേട്ടോ പ്രതിമകളെ, ഇതിനെ ബേസ് ചെയ്ത് പോകണം. ഇതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലം കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാൽ എൻ്റെ അരികെ പിടിച്ചല്ല പോകേണ്ടത്, മറിച്ച് ഒരിക്കലും മാറിപ്പോകാത്ത ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരത്തില്ല എന്ന് പറയുന്ന ഈ തിരുവെഴുത്തിൻ പ്രകാരം ജീവിതം മുന്നിലേക്ക് നയിച്ചു കൊള്ളണം. എത്തിച്ചേരുന്ന സ്ഥലം സ്വർഗമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ പ്രകാരം ജീവിച്ചാൽ എത്തിച്ചേരുന്ന സ്ഥലം സ്വർഗമായിരിക്കും. നീ അവിടെ എത്തിച്ചേരും. ആമേൻ. സ്തോത്രം. ലക്ഷ്യം തെറ്റുകയില്ല. അപ്പോ ആമേൻ. സ്തോത്രം. യേശു അവനോട് പറഞ്ഞൊരു കാര്യം പുനർജനനത്തിൽ. ആമേൻ. സ്തോത്രം. നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെയും പോകും. വേറെ ഒത്തിരി കാര്യങ്ങൾ താഴേക്ക് എനിക്ക് പറയാനുണ്ട്. സമയം നമ്മുടെ തീർന്നു. ഇന്നലത്തെ സമയമാണെങ്കിൽ ആമേൻ. സ്തോത്രം 10 മിനിറ്റ് കൂടി കൂടുതലുമായി. ആമേൻ. ഒരു 12 മിനിറ്റ് കൂടി എടുക്കും. 8:15 നമുക്ക് നടത്താം. ആമേൻ. ആമേൻ. സ്തോത്രം. അപ്പോൾ ആമേൻ. സ്തോത്രം. ഇവിടെ കാണാൻ സാധിക്കുന്നത് പുനർജനനത്തിൽ ആമേൻ. സ്തോത്രം. നമ്മുടെ ഈ ശരീരത്തിന് എന്ത് ചെയ്യും? മാറ്റം വരും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം അതുപോലെ താഴേക്കൊന്ന് വായിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 15:51. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഞാനൊരു മർമ്മം പൗലോസ് പറയുകയാണ്. ഞാനൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൊരിന്ത്യർ സഭയെ, കൊരിന്ത്യർ വിശ്വാസികളെ, ദൈവത്തിന്റെ ജനമേ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പെടുവോ? നമ്മളോട് ചോദിക്കുന്നത് പെടുവോ? പെടുവോ? പെടും ആയിരിക്കും അല്ലേ? പെടുമായിരിക്കും. ആമേൻ. സ്തോത്രം. വചനത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പാസ്റ്ററെ. പെടുന്ന തോന്നുന്നത്. ഹല്ലേലൂയ. വലിയ ഉറപ്പൊന്നും പറയാൻ ഇന്നത്തെ സാഹചര്യത്തിലാണ് പലർക്കും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. നമ്മൾ പലതും പാതി വഴിയിലാണ്. മടങ്ങി വരണം. മടക്കി വരുത്തും. ആത്മാവുള്ളവനെ മടക്കി വരുത്തും കേട്ടോ പ്രിയ മക്കളെ. ആമേൻ. അപ്പോസ്തലന്മാരെ കൂടാതെ ആ കാലഘട്ടത്തിൽ വചനം ശുശ്രൂഷിക്കുന്ന അനേക വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആത്മാവുള്ളവനെ അവിടെ എത്തിച്ചു. ഉറപ്പാ. ആത്മാവുള്ളവനെ അവിടെ എത്തിക്കും. എല്ലാവരും എത്തിക്കൊന്നുമല്ല. ആമേൻ. സ്തോത്രം. ആത്മാവുമായിട്ടൊരു ബന്ധം, യേശുവുമായിട്ടൊരു ബന്ധം അനുദിനവും കാത്തു സൂക്ഷിക്കുന്നവനെ അവിടെ എത്തിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നാം എല്ലാവരും എന്ത് ചെയ്യുകയില്ല? നിദ്ര കൊള്ളുകയില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. കാഹളനാദത്തിങ്കൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത്? പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എല്ലാവരും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. ആമേൻ. ഈ തിരുവെഴുത്തില് യേശു ജീവനോട് ഇരിക്കുന്ന സമയത്ത് നമ്മളോടൊരു കാര്യം പറഞ്ഞു. ആമേൻ. സ്വന്തം അമിതമായ ഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത, 3 കാര്യം വളരെ ശ്രദ്ധിച്ചോളണം.
ചില ആളുകളൊക്കെ രാത്രി കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആമേശ്വരം അളവ് കലോറി നോക്കാനേ പറ്റത്തില്ല. അത് ചിലതിലൊക്കെ ഒന്നും തെളിയത്തേയില്ല. ആമേശ്വരം ആ കിടപ്പ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 10 മണിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, എഴുന്നേക്കുന്നത്. അതിനുള്ളിൽ ഇടിവെട്ടിയോ കാഹളം നാദം കേട്ടോ ഒരു പിടിയുണ്ടാകത്തില്ല. ആമേശ്വരം പലപ്പോഴും സംഭവിക്കാറുണ്ട്. നല്ല മഴക്കാലത്തൊക്കെ അടുത്ത വീട്ടിലെ ആള് വിളിച്ച്, ഇന്നലെ എന്ത് ഇടിമിന്നലായിരുന്നല്ലേ, ഇടിവെട്ടുണ്ടായിരുന്നോ? അയ്യോ എന്ത് മഴയായിരുന്നു, മഴയുണ്ടായിരുന്നു. ആമേൻ. ഇടിവെട്ടും മഴയൊന്നും പുള്ളിക്കാരൻ എന്ത് ചെയ്തില്ല. ഇന്നലെ എന്താ കഴിച്ചത്? അൽഫാം ഒരു ആമേൻ. പിന്നെ ഷവായി, ചെക്കൻ വന്നപ്പോൾ ഷവായി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷവായി നമ്മുടെ അനീഷ് പാസ്റ്ററിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ നരകത്തിലെ കോഴി എന്നാ പുള്ളി പറയുന്നത്. ആമേ തീക്കകത്ത് കിടന്ന് എന്ത് ചെയ്ത് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം പറയും, നരകം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഷവായി ചിക്കൻ കണ്ടാൽ മതി എന്ന്. തീക്കകത്ത് കിടന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നരകത്തിലെ കോഴി എന്നാ പുള്ളി പറയുന്നത്. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇതൊക്കെ മാക്സിമം അടിച്ച് ആമേ വെളുപ്പിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. വെളുപ്പിന് എഴുന്നേക്കാൻ പറ്റുമോ? ഈ ആമാശയത്തിലേക്ക് ഇത് ഇവിടം വരെ കഴിച്ചിട്ടുണ്ടാവും. ഈ കൊടലിന്ന് ഇതെല്ലാം ദഹിച്ച് തീരുന്ന സമയം വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ആമേ 10 മണി 11 മണി 12 മണിക്ക് ആവും. ഇന്നത്തെ പിള്ളേരുടെ സ്റ്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർ എഴുന്നേക്കുന്ന സമയം അറിയോ? ഇവർ കിടക്കുന്ന സമയം അറിയോ? വെളുപ്പിനാ കിടക്കുന്നത്, ഉച്ചക്കാ എഴുന്നേക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? രാത്രി എന്ത് ചെയ്യുകയാണ് ഇവര്? രാത്രി പഠിക്കുകയല്ലേ. എന്ത് പഠിക്കും? മൊബൈൽ ഫീച്ചറുകൾ പഠിക്കണ്ടേ? ഇന്നത്തെ എന്തോരം ഫീച്ചറുകളാണുള്ളത്. ഇതൊക്കെ പഠിക്കണ്ടേ? ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയണ്ടേ? പിള്ളേരുന്ന് പഠിക്കുക. ആമേൻ സ്തോത്രം. രാത്രി മുഴുവനും പഠിച്ചിട്ട് വെളുപ്പിന് കിടന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. എന്നിട്ട് ഉച്ചക്ക് എന്ത് ചെയ്യും? ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലാഭം. പല മാതാപിതാക്കൾക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലാഭം. ചില പിള്ളേർക്ക്, ചില കുടുംബത്തിൽ നഷ്ടവുമുണ്ട്. ഈ രാത്രി ഇരുന്ന് പഠിക്കണ സമയത്തേ എന്ത് കഴിക്കുമെന്നറിയോ? കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് രാവിലെ 11 മണിയല്ല 12 മണിയൊന്നും ദഹിച്ച് തീരൂല. അവിടെ കിടന്നുറങ്ങും. പ്രീസലോ അങ്ങനെ സംഭവിക്കും കേട്ടോ. അമിതമായ ഭക്ഷണം നമ്മളെ തകർക്കും. പണ്ടത്തെ കാലഘട്ടത്തിൽ ഭക്ഷണമില്ലാതെ അതിസാരമൊക്കെ പിടിച്ച് ഒരുപാട് ആളുകൾ മരിച്ച്, ഭക്ഷണം കിട്ടാതെ. ഇന്ന് ഭക്ഷണം കൂടിയിട്ട് മരിക്കുന്നതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മേശപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും. ചായം കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നില്ല. എന്തുറ്റി? കഴിക്കാൻ പാടില്ല. ആമേൻ സ്തോത്രം. ഇപ്പോൾ വരും എനിക്കുള്ള സാധനം. അപ്പം നോക്കുമ്പോൾ പശുക്കളൊക്കെ തിന്നണ പോലെ പച്ചപ്പുല്ലും ആമേൻ സ്തോത്രം, കുറച്ച് ആമേൻ സ്തോത്രം ഈ കുക്കമ്പറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെട്ടിക്കൂട്ടി ഒരു സംഭവം കൊണ്ട് മനസ്സോടെ അത് ഓരോന്നെടുത്ത് എന്ത് ചെയ്യും? കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മേശപ്പുറത്ത് എന്തുണ്ട്? ഫ്രിഡ്ജിനകത്ത് നിറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. മേശമേലെ ഇഷ്ടം പോലെ സാധനം, മധുര പലഹാരങ്ങൾ പറയണ്ട. ആമേൻ. ബർത്ത്ഡേ വന്നാൽ പോലും ഒരു കഷ്ണം കേക്കിൻ്റെ ആമേൻ സ്തോത്രം 1/4 ഭാഗം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഭാര്യ അവിടെ നിന്ന് അല്ലെങ്കിൽ ഭർത്താവ് അവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ കഴിച്ചത് എന്ത് ചെയ്യും? ആമേൻ സ്തോത്രം. അങ്ങനെ കഴിയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എല്ലാം ക്രമത്തിലാണെങ്കിലും നല്ലതാണ് പ്രിയ മക്കളെ കേട്ടോ. എല്ലാം ക്രമത്തിലാകട്ടെ. ഈ ദിവസങ്ങളിൽ അമിതമായ ഭക്ഷണം, ഉപജീവന ചിന്തിച്ചിട്ട് വല്ലതും കിട്ടോ? മാർച്ച് മാസമാണ് പാസ്റ്റേ, നോട്ടീസ് വന്നിരിക്കുക. നോട്ടീസ് ഇരിക്കട്ടെ. മാറ്റിത്തരാൻ കഴിവുള്ളൊരുത്തനുണ്ട്. മാറ്റിത്തരുവാൻ കഴിവുള്ളൊരുത്തനുണ്ട്. ഇന്ന് രാത്രികാലം ആമേശ്വതി എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. വിശ്വാസത്തോടെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. ആമേശ്വതം മാറ്റിത്തരാൻ കരുണയുള്ള കരുതലുള്ള ഒരു ദൈവമുണ്ട്. നിന്റെ ട്രാക്ക് നേരെയായാൽ മതി കേട്ടോ. നേരോടെ നടക്കുന്നവന് നമ്മുടെ അധ്വാനം കൊണ്ടാണോ പ്രീതി മക്കൾ നിലനിൽക്കുന്നത്? അല്ല. ഞാൻ 100% പറയാം, അധ്വാനം കൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയയാ. ഞാൻ എപ്പോഴും പറയും, നല്ലപോലെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യന്റെ ഈ സ്പൈനൽ കോഡില് ഒന്ന് നന്നായിട്ട് ശക്തിയായിട്ട് നോടിയാൽ അവിടെ വീഴും. ആമേ. അവിടം വരെയുള്ള അധ്വാനം അവിടെ വെച്ച് അങ്ങ് തീരും. ആരോഗ്യം തരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാ. ബലം തരുന്ന, ബുദ്ധി തരുന്നത്, ജ്ഞാനം തരുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണ് പ്രിയ മക്കളെ. അതുകൊണ്ട് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, വിദ്യാഭ്യാസ യോഗ്യതയല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപയാ.
ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല പ്രിയമക്കളെ. ആമേൻ. ഇന്ന് ഇവരെ നിൽക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തെ പാടാൻ പറ്റുന്നില്ലേ? കരമടിക്കാൻ പറ്റുന്നില്ലേ? നടക്കാൻ പറ്റുന്നില്ലേ? ഓടാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? സംസാരിക്കാൻ പറ്റുന്നില്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്, നമ്മുടെ കഴിവല്ല പ്രിയമക്കളെ. സർവശക്തനായ ദൈവത്തിന്റെ ദയ. ആമേൻ. ദിവസങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ പറയുന്നത് കണ്ണിമിക്കുന്ന നേരത്തിനുള്ളിൽ നാം എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? രൂപാന്തരം പ്രാപിക്കും. എത്ര പേര് പ്രാപിക്കും എന്നുള്ളത് അവനവന്റെ ഹൃദയത്തിലേക്ക് നോക്കി ഒന്ന് നിശ്ചയിച്ചേക്കണം കേട്ടോ പ്രിയമക്കളെ. പരിശുദ്ധ ദൈവം പറയും എല്ലാവരും ആമേ കാഹളം ധ്വനിക്കും, ആമേ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ആമേ സ്തോത്രം. ഹല്ലേലൂയ. ബുദ്ധിയുള്ള ആമേ സയൻസ് അറിയാവുന്ന ആമേ സ്തോത്രം പലരും ചോദിക്കും, ചരിത്രം അറിയാവുന്ന പലരും ചോദിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കോ? അസാധ്യമാ, ഇമ്പോസിബിൾ. ഒരിക്കലും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വത ഇരുമ്പിന്റെ തരികളോ ഇനി തുരുമ്പിന്റെ തരികളോ ആമേശ്വത മണ്ണിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാന്തമൊന്ന് ഉപയോഗിച്ച് ഒരു കാന്തമൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നോക്കിയേ. ആമേശ്വതം ഈ മൺതരികളിൽ നിന്ന് ഇരുമ്പ് തരികളും ആമേശ്വത തുരുമ്പ് തരികളൊക്കെ കാന്തത്തെ കയറി പിടിക്കുന്നത് പോലെ കാഹളം ധ്വനിക്കുമ്പോൾ അവിടെയുമായിട്ട് ബന്ധമുള്ള അവിടുത്തെ പൗരത്വമുള്ള പലതും അവിടേക്ക് ചാടി കയറുവാനിടയായി തീരും. ഇന്ന് രാത്രികാലം പരിശുദ്ധ ദൈവം ചിലതിന് നിറക്കുകയാണ്. ആത്മാവിന്റെ ശക്തിയോടെ അവനുമായിട്ട് ജീവിക്കുവാൻ, യേശുവുമായിട്ട് ജീവിക്കുവാൻ ചിലതിനെ ദൈവം ഇന്ന് ഒരുക്കാൻ പോകുകയാ. ഹല്ലേലൂയ. താഴേക്കൊന്ന് വായിച്ചു വേഗത്തിൽ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. മതി. ഈ ദ്രവത്വമുള്ളത് ഇത് മണ്ണിലൊന്ന് വെച്ച് നോക്കും പ്രിയ മക്കളെ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് വെള്ളമായി മണ്ണിനോടങ്ങ് ചേരും. ഈ ജഡത്തെ ഒതുക്കണം കേട്ടോ പ്രിയ മക്കളെ. ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറെ നല്ലതാ. ആമേശ്വതം ജഡം നമ്മുടെ പരിധി വിട്ട് അപ്പുറത്തേക്ക് കവിഞ്ഞു പോകുമ്പോൾ ഒന്ന് പട്ടിണിക്കിട്ട് ആമേശ്വതം ഒന്ന് അവനെ വരുതിയിൽ വരുത്തുന്നത് ഏറെ നല്ലതാണ്. ഈ ദ്രവത്വമുള്ളത് ആ ദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. ഈ ദിവസങ്ങളിൽ ജഡത്തുമേൽ കുടികൊള്ളുന്ന ആമേശ്വതം ഏതെങ്കിലും ആസക്തികളോ നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത നിലവാരത്തിൽ നിലനിൽക്കുന്ന കഠിനമായ ഏതെങ്കിലും ചിന്തകളോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിന്റെ പാദപീഠം വെച്ചു കൊടുക്കാം. കർത്താവേ, നിന്നോടൊപ്പം നടക്കാൻ മാത്രമല്ല നിന്നോട് കൂടെ ജീവിക്കണം. ഒരു തീരുമാനമെടുക്കാം. കണ്ണുകളടക്കാം. ഹല്ലേലൂയ. കണ്ണുകളടക്കാം. ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ മക്കളെ. ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ആമേശ്വതം നിന്നോടൊപ്പം ഇതുവരെ ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നവരാ. പക്ഷേ ആമേശ്വതം നടക്കുന്നവർ പലരും പലതും വാങ്ങിയെടുത്ത് മാറിപ്പോകുമ്പോൾ ജീവിക്കുന്നവർ നിലനിൽക്കുകയാണ്. ഇന്ന് രാത്രികാലം എനിക്ക് യേശുവിനോടൊപ്പം ജീവിക്കണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ എണ്ണുകയാണ്. എത്ര പേരൊരുക്കപ്പെടും? ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 6ാമത്തെ ദിവസം 12ാമത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, യേശുവിനോട് കൂടെ നിനക്ക് നടന്നാൽ മതിയോ? യേശുവിനോട് കൂടെ നിനക്ക് നടന്നാൽ മതിയോ? മറിച്ച് യേശുവിനോട് കൂടെ ജീവിക്കണമോ? ഇന്ന് രാത്രിയിൽ എന്ത് വേണമെങ്കിൽ തീരുമാനമെടുക്കാം. നിനക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനമെടുക്കാം. ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണെങ്കിൽ ചിലതൊക്കെ വിട്ടുകളയണം, തന്നെത്താൻ ത്യജിക്കണം, തന്റെ ക്രൂശ് എടുക്കണം, അവനോടൊപ്പം നടക്കണം. അവൻ നടന്ന പോലെ നടക്കണം, അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം, അവൻ പറഞ്ഞതുപോലെ പറയണം, അവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണം. അവന്റെ രാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കവിത അവനെ പോലെ ഒന്നായിത്തീരുക. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മുടെ ദർശനത്തിന് മാറ്റം വരട്ടെ പ്രിയ മക്കളെ. കഴിഞ്ഞ നാൾ ഇതുവരെയും യേശുവുമായിട്ട് നമ്മൾ നടക്കുന്നവരാ. അതുകൊണ്ട് ആവശ്യങ്ങൾക്ക് ചോദിക്കുന്നത് കർത്താവ് തരുന്നുണ്ട്. നമ്മളെ തൃപ്തിപ്പെടുത്തി യേശു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാ. പക്ഷേ യേശുവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയവർക്ക് ചിലതൊന്നും കർത്താവ് ഫില്ല് ചെയ്ത് കൊടുത്തില്ല. പൗലോസ് പറയുന്നു, 1 കുറയെ 40 അടി 5 വട്ടം ഞാൻ കൊണ്ടു, കോലിനുള്ള അടി 3 വട്ടം ഞാൻ കൊണ്ടു. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, നഗ്നത, പട്ടിണി, ശീതം, അസാധാരണമായ ഒരുപാട് സംഭവങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ
ആപത്തോ വാളോ ദൂതന്മാർക്കോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും. അങ്ങനെയുള്ള കഷ്ടങ്ങളെല്ലാം വന്നപ്പോൾ കർത്താവ് അത് ഫില്ല് ചെയ്ത് കൊടുത്തില്ല. കാരണം കൂടെ ജീവിക്കുന്നവനെ ഞാൻ സഹിച്ചതാടാ, സഹിക്കാൻ നിനക്ക് കൃപ ഞാൻ തരും. ആമേ. പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു, ഇതെന്നിൽ നിന്നൊന്ന് മാറ്റണം. അവനോട് പറഞ്ഞു, നീ എന്നോട് കൂടെ ജീവിക്കാൻ തീരുമാനമെടുത്തവനല്ലേ, അതുകൊണ്ട് നിനക്ക് എൻ്റെ കൃപ മതി, അത് ബലഹീനൽ തികഞ്ഞോളും. ഞാൻ അതുകൊണ്ട് ആമേശ്വതം മരണത്തെ ജയിച്ചത്, ക്രൂശ് മരണം ആമേശ്വത ജയോത്സവമാക്കിയത്. അതുകൊണ്ട് നീയും ജയിക്കും, നിങ്ങളും ജയിക്കും. ഇന്ന് ഹൃദയം കൊണ്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് അസാധ്യമായി നിൽക്കുന്ന നിന്റെ മാനുഷികമായ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടുകയാ. നിന്റെ മാനുഷികമായ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടുകയാ. കടബാധ്യതകളാണോ, ശാരീരിക ബുദ്ധിമുട്ടുകളാണോ, മാനസികമായ വ്യതയാണോ, ദുഃഖമാണോ, നിരാശയാണോ, സ്വർഗത്തിലെ ദൈവം അതുമേൽ കരം നീട്ടാൻ പോകുക. പക്ഷേ ഒരു വ്യവസ്ഥ, യേശുവുമായിട്ട് ജീവിക്കാൻ ഒരുക്കപ്പെടാമോ? യേശുവുമായിട്ട് ജീവിക്കാൻ ഒരുക്കപ്പെടാമോ? മറിച്ച് യേശുവുമായിട്ട് എനിക്ക് നടന്നു മതി, യേശുവുമായിട്ട് ഇങ്ങനെ പോയാൽ മതി. ഓക്കെ, കർത്താവേ, എത്ര പേര് യേശുവുമായിട്ട് ജീവിക്കാൻ ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്വർഗത്തിലെ ദൈവം കാണുന്നു. ജീവിക്കാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നവരെ ആത്മാവിന്റെ കൃപ പോരെ കർത്താവേ. മുട്ടോളമല്ല, ആരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ജീവജല നദിയിലേക്ക് അങ്ങയുടെ മക്കളെ ഇറക്കണമേ. പട്ടണം കാണത്തക്ക നിലവാരത്തിൽ, ദേശം കാണത്തക്ക നിലവാരത്തിൽ, രാജ്യങ്ങൾ അറിയത്തക്ക നിലവാരത്തിൽ പരിശുദ്ധ ദൈവ നിലവാരത്തിന് മാറ്റം വരുത്തണമേ. അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. മറിച്ച് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിലും ദൈവം ആർക്ക് കടക്കാരനല്ലല്ലോ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി മക്കളെയും ദൈവം മാനിക്കണം. ആമ സ്വന്തം ബുദ്ധിക്ക് മനസ്സിലാകത്തക്ക നിലവാരത്തിൽ വചനം ആമ അവർക്ക് സമീപത്ത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. സന്തോഷവും സമാധാനവും കൊടുത്ത് വഴി നടത്തണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ.